സോ ആഫ്റ്റർ അമാൽഗമേഷൻ നമ്മൾ ബിസിനസ് റീസ്ട്രക്ചറിങ്ങിൽ അടുത്തതായി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഡീമർജർ. സോ എന്താണ് ഡീമർജർ? നേരത്തെ പഠിച്ച അമാൽഗമേഷന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അമാൽഗമേഷന്റെ രണ്ട് കമ്പനികൾ കൂടിച്ചേരുന്നതിനെ പറ്റിയാണെന്ന് പറയുന്നതെങ്കിൽ ഡീമർജർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു കമ്പനി ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി സ്പ്ലിറ്റ് ആയി പുതിയൊരു കമ്പനി, ആ പഴയ കമ്പനിയിൽ നിന്ന് പുതിയൊരു കമ്പനി പിറവിയെടുക്കുന്നതിനെയാണ് ഡീമർജർ എന്ന് പറയുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, അത് മദർ കമ്പനി, അമ്മ. ആ കമ്പനിയിൽ നിന്ന് പുതിയൊരു കമ്പനി ജന്മം കൊള്ളുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഴയ ഓൾറെഡി ഉണ്ടായിരുന്ന കമ്പനി ഉണ്ടല്ലോ, മദർ കമ്പനി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീമേർജ്ഡ് കമ്പനി. അപ്പൊ ആ കമ്പനി അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഡീമേർജ്ഡ് കമ്പനി എന്ന് വിളിക്കണ്ട. ആ കമ്പനിയിൽ നിന്ന് പുതിയൊരു കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞിട്ടില്ല അതിനെ അമ്മ എന്ന് പറയത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ആ കമ്പനി പുതിയൊരു കമ്പനിക്ക് ജന്മം നൽകി കഴിയുമ്പോൾ ആ പഴയ കമ്പനി എന്തായി മാറും? മെർജ്ഡ് കമ്പനിയും അമ്മ ആവുന്നു. പുതുതായിട്ട് രൂപീകരിച്ച കുഞ്ഞ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിസൾട്ടിങ് കമ്പനി എന്ന് പറയും. അപ്പൊ ഡീമേർജ്ഡ് കമ്പനി, റിസൾട്ടിങ് കമ്പനി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിക്ക് 2 ഡിവിഷൻ ഉണ്ട്, 2 ബിസിനസ് ഉണ്ട്. നമ്മൾ GST-യിലൊക്കെ 2 ബിസിനസ് വെർട്ടിക്കൽസ് എന്നൊക്കെ പറയും, 2 ബിസിനസ് വിഭാഗങ്ങളുണ്ട്. ഒരു കമ്പനിയിൽ തന്നെ 2 വിങ് ഉണ്ട്. ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന വിങ്ങും പിന്നൊന്ന് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന വിങ്. അപ്പൊ ഒരു വിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് മാനുഫാക്ചർ ചെയ്യുന്ന ഡിവിഷനും പിന്നൊന്ന് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മാനുഫാക്ചർ ചെയ്യുന്ന വേറൊരു ഡിവിഷനും ഉണ്ട്. അപ്പൊ ഈ 2 ഡിവിഷനും കൂടെ ചേരുന്നതാണ് ആ കമ്പനി. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർക്ക് ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് അതിൽ ആ സോഫ്റ്റ്വെയർ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവിഷനെ സെപ്പറേറ്റ് ആക്കി അതിനെ വേറൊരു കമ്പനിയാക്കി മാറ്റി. ഓക്കെ, നേരത്തെ ഇത് രണ്ടും ഒറ്റ കമ്പനിയുടെ കീഴിലായിരുന്നു. അപ്പൊ അതിലെ സോഫ്റ്റ്വെയർ മാനുഫാക്ചർ ചെയ്യുന്ന ഡിവിഷനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ ഒരു സെപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇപ്പൊ 2 കമ്പനിയായി, ഒന്ന് പഴയ കമ്പനി, മറ്റൊന്ന് പുതിയ കമ്പനി. ഇനി ഇതിനെ പുതിയ കമ്പനി ആയല്ലോ. പുതിയ കമ്പനിക്ക് ഈ നമ്മുടെ പുതിയ കമ്പനിയുടെ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞാല് പഴയ കമ്പനിയിൽ ഈ സോഫ്റ്റ്വെയർ ഡിവിഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അസറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. പഴയ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡിവിഷന്റെ അസറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ആ അസറ്റ് എല്ലാം ഈ പഴയ കമ്പനി പുതിയ കമ്പനിക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഡിവിഷന് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് ലാൻഡ് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് ഫർണിച്ചർ ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് പ്ലാന്റ് മെഷീനറീസ് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് മറ്റ് കറണ്ട് അസറ്റ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി അസറ്റ്സ് ആർക്കുണ്ടായിരുന്നു? സോഫ്റ്റ്വെയർ ഡിവിഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ പഴയ കമ്പനി പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പുതിയ സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇനി ഈ സോഫ്റ്റ്വെയർ ഡിവിഷന് കുറെ ലൈബിലിറ്റി ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഡിവിഷന് വേണ്ടിയിട്ട് ഇവർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് വേണ്ടിയിട്ട് ഇവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഡിവിഷന് ധാരാളം ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ പഴയ കമ്പനിയുടെ ലൈബിലിറ്റീസ് ആണ്. അതും ആരുടെ ലൈബിലിറ്റീസ് ആയി മാറുകയാണ്? പുതിയ കമ്പനിയുടെ ലൈബിലിറ്റീസ് ആയിട്ട് മാറുക. അതായത് ഈ സോഫ്റ്റ്വെയർ ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അസറ്റ്സും സോഫ്റ്റ്വെയർ ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ലൈബിലിറ്റീസും പുതുതായിട്ട് രൂപീകരിച്ച കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീമർജർ എന്ന് പറയും. ഇത് ഒരു ക്രൈറ്റീരിയ ആണ്. ഇനി ഇവര് ജനറലി ഇവര് കുറെ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ മൊത്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. മൊത്തം ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാനുഫാക്ചറിങ്, സോഫ്റ്റ്വെയറിന്റെ മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പൊതുവായി ഇവര് ലോൺ എടുത്തിട്ടുണ്ടാവും. ആ ലോണിന്റെ ഒരു പോർഷനും ലോൺ അപ്പോർഷനബിൾ ടു ദാറ്റ് സോഫ്റ്റ്വെയർ ഡിവിഷൻ ഈസ് ഓൾസോ ട്രാൻസ്ഫേർഡ് ടു സോഫ്റ്റ്വെയർ ഡിവിഷൻ. അപ്പോ അസറ്റ്സും ലൈബിലിറ്റി, പെർഫെക്റ്റ് അസറ്റും ലൈബിലിറ്റിയും, ആരുടെ തന്നെ അസറ്റും ലൈബിലിറ്റിയും, സോഫ്റ്റ്വെയർ ഡിവിഷന്റെ മൊത്തം അസറ്റും ലൈബിലിറ്റിയും ഈ പുതിയ റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ജനറൽ പർപ്പസിൽ എടുത്തിരിക്കുന്ന ലോണിന്റെ ഒരു പോർഷനും കൂടി ആരിലേക്ക് മാറുകയാണ്? യെസ്, നമ്മുടെ പുതുതായിട്ട് രൂപീകരിച്ച റിസൾട്ടിങ് കമ്പനിയിലേക്ക് മാറുകയാണ്. ജനറൽ പർപ്പസിന് എടുത്ത ലോണിന്റെ ഒരു പോർഷൻ, മുഴുവനല്ല, ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ 2 ഡിവിഷനും കൂടി വേണ്ടി എടുത്തതാണ്. അതിന്റെ ഒരു പോർഷനും കൂടി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്? പുതുതായി രൂപീകരിച്ച കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്.
ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡീമർജർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പഴയ കമ്പനിയുടെ ഷെയർ ഹോൾഡർ, അപ്പൊ ഈ പുതിയ കമ്പനിയുടെ പുതിയതായിട്ട് രൂപീകരിച്ച റിസൾട്ടിംഗ് കമ്പനിയുടെ ഓണർ ആരായിരിക്കും? ഓണർ ആരായിരിക്കും? പഴയ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് ഈ പുതിയ കമ്പനിയുടെ ഷെയർ ഹോൾഡർ. പഴയ കമ്പനിയുടെ ഷെയർ ഹോൾഡർ തന്നെയായിരിക്കും പുതിയ കമ്പനിയുടെ ഷെയർ ഹോൾഡർ. പഴയ കമ്പനിയിലെ കുറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവര് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, പുതിയ കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരിക. അപ്പൊ ആ ഷെയർ ഹോൾഡേഴ്സിന് പുതിയ കമ്പനിയുടെ ഷെയർസ് കൂടി എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. അപ്പൊ ഓൾറെഡി പഴയ കമ്പനിയുടെ ഷെയർ ഉണ്ട്, അവർക്ക് ഇപ്പൊ പഴയ കമ്പനിയുടെ ഷെയറിന്റെ കൂടെ തന്നെ എന്തും ഉണ്ടാവും, പുതിയ കമ്പനിയുടെ ഷെയർ കൂടി അവർക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ഡീമർജർ. ഇത് ഇത്രയും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഡീമർജർ എന്നുള്ളത് ഇൻകം ടാക്സ് നിയമത്തിൽ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് പറഞ്ഞു പോകാം. സോ ഡീമർജർ എന്ന് പറയുന്ന പദത്തെ, നേരത്തെ അമാൽഗമേഷൻ എന്ന് പറയുന്ന പദത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 2(1)B നമ്മൾ കണ്ടതാണ്. അതുപോലെ ഡീമർജർ എന്ന് പറയുന്ന പദത്തെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് നോക്കിയേ, 219A. 219A. ഡീമർജർ മീൻസ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫർ, കൈമാറ്റം. Pursuant to a scheme of arrangement under section 230 to 232 of Companies Act 2013. അപ്പോ കമ്പനി നിയമത്തിലെ സെക്ഷൻ 230 മുതൽ 232 വരെയുള്ള ഒരു കൈമാറ്റത്തെ പറ്റി, കമ്പനികൾ അവരുടെ അസറ്റ് കൈമാറുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അത്തരം ഇടപാടുകളെയാണ് നമ്മൾ ഇവിടെ ശരിക്കും ഡീമർജർ, സെക്ഷൻ 219A ഡീമർജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അറേഞ്ച്മെന്റ് whereby a demerged company to its one or more undertakings to any resulting company in such a manner that, so അറേഞ്ച്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. All assets and liabilities of the undertaking being transferred by the demerged company immediately before the demerger becomes the assets and liabilities of the resulting company. അപ്പൊ നമ്മളൊരു ഇവിടെ ഒരു അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഫ്റ്റ്വെയർ ഡിവിഷൻ, അതായത് നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗം, ഒരു യൂണിറ്റ്. So all assets and liabilities of the undertaking being transferred by the demerged company immediately before demerger becomes the assets and liabilities of the resulting company. ഇത് നോക്കുക, സോഫ്റ്റ്വെയർ ഡിവിഷന്റെ അസറ്റും ലൈബിലിറ്റിയും, മുമ്പേ അത് ആരുടെ അസറ്റും ലൈബിലിറ്റിയുമായിരുന്നു? സോഫ്റ്റ്വെയർ ഡിവിഷനിലേക്കുമായി ബന്ധപ്പെട്ട അസറ്റും ലൈബിലിറ്റി മുമ്പേ അത് ആരുടെ അസറ്റും ലൈബിലിറ്റിയുമായിരുന്നു? ആ ഡീമർജ്ഡ് കമ്പനിയുടെ, പഴയ കമ്പനിയുടെ, അമ്മ കമ്പനിയുടെ അസറ്റും ലൈബിലിറ്റിയുമായിരുന്നു. അതെല്ലാം തന്നെ ഈ കുഞ്ഞു കമ്പനി, അതായത് ആരുടെയാണ്, റിസൾട്ടിംഗ് കമ്പനിയുടെ അസറ്റും ലൈബിലിറ്റിയും ആയി മാറുക. ഇനി അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദി അണ്ടർടേക്കിംഗ് or undertakings being transferred by the demerged company are transferred at its book value. Okay. At its, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇവരുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നതെല്ലാം അവർ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഈ കാണുന്ന അസറ്റ് ലൈബിലിറ്റിയും എല്ലാം ഇപ്പൊ നിലവിൽ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ആ ഡീമർജ്ഡ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലാണല്ലോ ഉള്ളത്. അത് ആ ബാലൻസ് ഷീറ്റിൽ നിന്ന് അതിനെ എല്ലാം എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ്. അറ്റ് ഇറ്റ്സ് book value എന്നാണ്. Transferred by the demerged company are transferred at its book value without considering revaluation immediately before the book value റെക്കോർഡ് ചെയ്തിരുന്ന വിലയിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. റിസൾട്ടിംഗ് കമ്പനി, അത് റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് ഈ അസറ്റും ലൈബിലിറ്റിയും എല്ലാം ഇനി റിസൾട്ടിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നു. അത് അവരവിടെ ഏത് വാല്യൂവിന് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവര് നിലവിലുള്ള വാല്യൂവിൽ എന്ത് ചെയ്യുകയാണ്? അതിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഡീമർജർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ഓൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് റിലേറ്റഡ് ടു ദി undertaking are transferred to the resulting company. So ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറയാം, all properties of the undertaking being transferred to the resulting company. അതുപോലെ all liabilities relatable to the undertaking is transferred to the resulting company. അപ്പൊ ആ പർട്ടിക്കുലർ ഡിവിഷന്റെ അസറ്റും ലൈബിലിറ്റിയും ആ റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി such transfer of assets and liabilities should be at a book value. ബുക്ക് വാല്യൂയിലാണ് എന്ത് ചെയ്യുന്നത്?
ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നമ്മൾ ഇനി ഇതങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ റിസൾട്ടിങ് കമ്പനി പകരം എന്താണ് കൊടുക്കുന്നത്? ഇവിടുന്ന് അസറ്റ് എല്ലാം എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അതിന് പകരം റിസൾട്ടിങ് കമ്പനി എന്താണ് ചെയ്യുന്നത്? ദ റിസൾട്ടിങ് കമ്പനി എന്ത് ചെയ്യും? ദേ വിൽ ഇഷ്യൂ ഇൻ കൺസിഡറേഷൻ, ഇതിന് പ്രതിഫലമായിട്ട്, ഇവർക്ക് അങ്ങോട്ട് കിട്ടിയതിന് പ്രതിഫലമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഇൻ കൺസിഡറേഷൻ ഓഫ് ഡീമർജർ ഇറ്റ്സ് ഷെയർസ്, അതിന്റെ ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നത്. ആർക്കാണ് ഷെയർ കൊടുക്കുന്നത്? അതിന്റെ ഓണേഴ്സ്, ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഡീമർജ്ഡ് കമ്പനി. ഡീമർജ്ഡ് കമ്പനിക്ക് ഇവരുടെ റിസൾട്ടിങ് കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുന്നു? കൊടുക്കും. എത്ര ഷെയർ കൊടുക്കും? ഓൺ എ പ്രൊപ്പോർഷണേറ്റ് ബേസിസ്. അത് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ഇവര് എത്ര ഷെയർ ആണ് കൊടുക്കുക എന്നുള്ളത് അവിടെ നിന്ന് വന്ന അസറ്റിന്റെയും ലൈബിലിറ്റിയുടെയും വാല്യൂ പരിഗണിച്ചാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് വന്ന അസറ്റിന്റെ വാല്യൂ മൊത്തം എടുക്കുന്നു, അതിൽ നിന്ന് അവിടെ നിന്ന് വന്ന ലൈബിലിറ്റീസ് എല്ലാം കുറയ്ക്കുന്നു. അപ്പൊ ഒരു നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഒരു നെറ്റ് വാല്യൂ കിട്ടുമല്ലോ, നെറ്റ് അസറ്റ് വാല്യൂ കിട്ടുമല്ലോ. ആ നെറ്റ് അസറ്റ് വാല്യൂവിന് തുല്യമായിട്ടുള്ള വാല്യൂ ഉള്ള ഷെയർസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. എക്സെപ്റ്റ് വേർ ദ റിസൾട്ടിങ് കമ്പനി ഇറ്റ്സെൽഫ് ഈസ് എ ഷെയർ ഹോൾഡർ ഓഫ് ദ ഡീമർജർ. റിസൾട്ടിങ് കമ്പനിക്ക് ഓൾറെഡി റിസൾട്ടിങ് കമ്പനിക്ക് തന്നെ ഇവിടെ ഡീമർജർ കമ്പനിയിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് ആ കമ്പനിക്ക് തന്നെ ഷെയർ കൊടുക്കാൻ പറ്റും? ഇല്ലല്ലോ. ഒരു കമ്പനിക്ക് അതിന്റെ തന്നെ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മറ്റു ഷെയർ ഹോൾഡേഴ്സിന് റിസൾട്ടിങ് കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 75% in value of shares in the demerged company other than shares already held therein immediately before the demerger or by a nominee for the resulting company become the shareholders of the resulting company or companies by virtue of the demerger. നമ്മൾ അമാൽഗമേഷനിൽ ഇതേ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ വാല്യൂവിന്റെ 75% ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അമാൽഗമേറ്റഡ് കമ്പനിയുടെ എന്തായി മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2(1)(b). അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ഡീമേർജ്ഡ് കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 75% വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് കിട്ടിയിരിക്കണം? റിസൾട്ടിങ് കമ്പനിയുടെ ഷെയർ കിട്ടിയിരിക്കണം എന്നുള്ളതാണ് കണ്ടത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ് പറഞ്ഞത്? ഡീമേർജ്ഡ് കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 75% വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്, ചിലപ്പോൾ അത് ഒരാളായിരിക്കാം, 2 പേരായിരിക്കാം, 10 പേരായിരിക്കാം, 1000 പേരായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, അവർക്ക് എന്ത് കിട്ടിയിരിക്കണം? ദേ ഷാൽ ബിക്കം ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി റിസൾട്ടിങ് കമ്പനി. അവര് റിസൾട്ടിങ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് അവർക്ക് റിസൾട്ടിങ് കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്തിരിക്കണം? കിട്ടിയിരിക്കണം. അപ്പോഴേ ഇതിന് നമുക്ക് 219A പ്രകാരമുള്ള ഡീമർജർ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. Transfer of the undertaking is on a going concern basis. ഗോയിങ് കൺസേൺ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഡിവിഷൻ വിൽക്കുക വഴി ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യുകയല്ല. ഡിവിഷൻ ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ് എന്ന് പറഞ്ഞാൽ റിസൾട്ടിങ് കമ്പനി ആ ഡിവിഷൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. അവർ ആ ബിസിനസ് എന്ത് ചെയ്തിരിക്കണം? കണ്ടിന്യൂ ചെയ്യണം. അതാണ് ട്രാൻസ്ഫർ ഓൺ എ ഗോയിങ് കൺസേൺ ബേസിസ്. ഇനി demerger is in accordance with the conditions if any notified under 72A(5) by the central government in this behalf. ഇനി ഇതിന് പുറമെ ചില കമ്പനികളുടെ ഡീമർജർ നടക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ചില എക്സ്ട്രാ കണ്ടീഷൻസ് കൂടി പറയും. ആ കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനീസിന്റെ ഡീമർജർ നടക്കുമ്പോൾ ചില എക്സ്ട്രാ കണ്ടീഷൻസ് കൂടി ആര് പറയാറുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യാറുണ്ട്. അതുകൂടി എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ മാത്രമേ അതൊരു പ്രോപ്പർ ഡീമർജർ ആയിട്ട് മാറുന്നത്. ഡീമർജർ എന്ന് പറയുന്നതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഡീമർജർ എന്ന് പറയുമ്പോൾ പഴയ കമ്പനി മദർ കമ്പനിയുടെ ഒരു ഡിവിഷനെ ആണല്ലോ പുതിയൊരു കമ്പനിയാക്കി മാറ്റിയത്. സോ മദർ കമ്പനിയുടെ ആ വിഭജിച്ച ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അസറ്റും എല്ലാ ലൈബിലിറ്റിയും പുതിയ റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോയിരിക്കണം. അസറ്റും പോണം, ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അസറ്റും എല്ലാ ലൈബിലിറ്റിയും അങ്ങോട്ട് പോയിരിക്കണം. 2, ഇത് ഏത് വാല്യൂവിലാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്? ഇവരുടെ പുസ്തകത്തിൽ ഈ അസറ്റും ലൈബിലിറ്റിയും ഏത് വിലയിലാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതേ വിലയിലാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ ചെയ്ത് അതേ ബുക്ക് വാല്യൂവിലായിരിക്കണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം, തിയററ്റിക്കൽ അല്ല പ്രാക്ടിക്കലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും.
ദെൻ പകരം എന്താണ് കിട്ടുന്നത്? ഇവരിവിടുന്ന് അസറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ റിസൾട്ടിംഗ് കമ്പനി എന്താണ് ചെയ്യുന്നത്? റിസൾട്ടിംഗ് കമ്പനി ഷാൽ ഇഷ്യൂ ഷെയർസ്. ഷെയർ ഇങ്ങോട്ട് കൊടുക്കും. എത്ര രൂപയുടെ ഷെയർ ആണ് കൊടുക്കുന്നത്? ഇവര് ബുക്ക് വാല്യൂയിൽ അസറ്റും ലൈബിലിറ്റിയുടെ ബുക്ക് വാല്യൂ പരിഗണിച്ച് ഉള്ള ബുക്ക് വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ അസറ്റിന്റെ മൊത്തം ബുക്ക് വാല്യൂ എടുക്കുക, അതിൽ നിന്ന് ലൈബിലിറ്റിയുടെ ബുക്ക് വാല്യൂ എടുത്ത് കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു വാല്യൂ വരുമല്ലോ, നെറ്റ് അസറ്റ് വാല്യൂ. ആ നെറ്റ് അസറ്റ് വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള ഷെയർ ആയിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഡീമർജ്ഡ് കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 75% ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കിട്ടിയിരിക്കണം. ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന, പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആസ് എ ഗോയിങ് കൺസേൺ. അതായത് റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് ഡിവിഷൻ എത്തിയതിനു ശേഷം ആ ഡിവിഷൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. ആ ബിസിനസ് എന്ത് ചെയ്തിരിക്കണം? കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻ. നോക്കൂ, റിസൾട്ടിംഗ് കമ്പനി എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? റിസൾട്ടിംഗ് കമ്പനി ഇഷ്യൂസ് ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഡീമർജ്ഡ് കമ്പനി. റിസൾട്ടിംഗ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യും. ആർക്ക് ഇഷ്യൂ ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യും. ഏത് ഷെയർ ഹോൾഡറിന്? ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യും. ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 75%, 3/4 of the demerged company become the shareholders of the resulting company. Transfer of undertaking is on a going concern basis. ഇതാണ് പോയിന്റ്. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഒരു ടാക്സ് പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അണ്ടർടേക്കിംഗ് ഷാൽ ഇൻക്ലൂഡ് any part of an undertaking or a unit or division of an undertaking or a business activity taken as a whole but does not include individual asset or liability or a combination not constituting a business activity. അപ്പൊ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഭാഗം, ബിസിനസിന്റെ ഒരു ഭാഗം കൊടുക്കണം എന്നാണ് അണ്ടർടേക്കിംഗ്. അത് ഡീമർജർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു അണ്ടർടേക്കിങ്ങിന് സെപ്പറേറ്റ് ഒരു കമ്പനിയാക്കി മാറ്റുന്നതല്ലേ. അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ പഴയ കമ്പനിയുടെ ബിസിനസിന്റെ ഒരു ഭാഗമോ ഒരു ഡിവിഷനോ മൊത്തത്തിൽ കൊടുക്കുന്നതിനാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ അതിനൊരു കമ്പനിയാക്കി മാറ്റുന്നു എന്നുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ അതിലൊരു അസറ്റിനെ അല്ലെങ്കിൽ കോമ്പിനേഷൻ അസറ്റിനെ എടുത്ത് വിൽക്കുന്നതല്ല. അത് ഇൻഡിവിജ്വൽ അസറ്റിന്റെ സെയിൽ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, മൊത്തത്തിൽ മാറ്റി ഒരു പുതിയ കമ്പനിയാക്കി മാറ്റും. ഇനി ലൈബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? കമ്പനിയുടെ ലൈബിലിറ്റി കൂടി റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് പോകണം. കമ്പനിയുടെ ലൈബിലിറ്റി, എന്തൊക്കെ ലൈബിലിറ്റിയാണ് ഇങ്ങോട്ട് പോകുന്നത്? ലൈബിലിറ്റി വിച്ച് അറൈസ് ഔട്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി അണ്ടർടേക്കിംഗ്. ആ പർട്ടിക്കുലർ അണ്ടർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട ലൈബിലിറ്റിയാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ലോൺസ് ഓർ ബോറോയിങ്സ് ഇൻക്ലൂഡിംഗ് ഡിബഞ്ചേഴ്സ് റേസ്ഡ്, ഇൻകേർഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് solely for the activities or operations of the undertaking. Okay, specific loans or borrowings raised, incurred and utilized solely for the activities or operations of the undertaking. ആ അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ അണ്ടർടേക്കിങ്ങിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ലോണ്, ബോറോയിങ്സ്, മറ്റു കാര്യങ്ങളാണ് ഇവിടെ ലൈബിലിറ്റി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജനറൽ ബോറോയിങ്സ് ഉണ്ടെങ്കിൽ എന്താണ് ഈ ജനറൽ ബോറോയിങ്ങിന്റെ അർത്ഥം? ജനറൽ ബോറോയിങ്ങിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ അണ്ടർടേക്കിംഗ് ഒരു ഡിവിഷന് വേണ്ടി എടുത്ത മാത്രം ലോൺ അല്ല, ആ ഡീമർജ്ഡ് കമ്പനിയുടെ മൊത്തം ബിസിനസിന് വേണ്ടി എടുത്തിരിക്കുന്ന ലോണിന്റെ ഒരു പോർഷനും എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ഇൻ കേസ് ഓഫ് ജനറൽ ബോറോയിങ്, so much of the amount of general or multi-purpose borrowing of the demerged company stand in the same proportion which the value of the asset transferred in a demerged where to the total value of asset of the demerged company immediately before the demerger. അപ്പൊ ഈ ജനറൽ പർപ്പസ് ലോൺ എങ്ങനെയാണ്? ജനറൽ പർപ്പസ് ലോണിൽ എത്രയായിരിക്കും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? സോ അതൊരു ഫോമിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ജനറൽ പർപ്പസ് ലോൺ ഇൻറ്റു എത്രയാണോ ആ ജനറൽ പർപ്പസ് ലോൺ ഇൻറ്റു എത്ര അസറ്റ് ആണോ ആ അണ്ടർടേക്കിങ്ങിന്റെ മാത്രം അസറ്റ് ഉണ്ടാവില്ല, അണ്ടർടേക്കിങ്ങിന്റെ മാത്രം അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഓഫ് ദി കമ്പനി. അതാണ് ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ് റെഫേർഡ് ടു ഇൻ ട്രാൻസ്ഫേർഡ് ഇൻ ഡീമർജർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ് ഓഫ് ദി ഡീമർജ്ഡ് കമ്പനി ബിഫോർ ഡീമർജർ. അതായിരിക്കും നമ്മൾ എന്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഡീമർജർ നടക്കുമ്പോ ഇതിന്റെ ഈ ടാക്സ് പോയിന്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ ഒക്കെ ഡീമർജർ നടക്കുമ്പോൾ ഗവൺമെന്റ് കുറച്ച് എക്സ്ട്രാ കണ്ടീഷൻസ് കൂടി മെൻഷൻ ചെയ്യുമായിരിക്കും. അതുകൂടി എന്ത് ചെയ്യേണ്ടി വരും? പലപ്പോഴും
സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനെ ഒരു പ്രോപ്പർ ഡീമർജർ ആയിട്ട് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാല് ക്രക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡീമർജർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് റീസ്ട്രക്ചറിംഗിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഡീമർജർ. അല്ലെങ്കിൽ ഡീമർജർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ബിസിനസ് റീസ്ട്രക്ചറിംഗ് ആണ്. അതായത് ഒരു കമ്പനി ഉണ്ട്, കമ്പനിക്ക് 2 ഡിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊത്തം അണ്ടർടേക്കിങ്ങിന്റെ ഒരു ഭാഗം തന്നെ ഉണ്ട്. അത് എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്ത് ഒരു പ്രത്യേക കമ്പനിയാക്കി മാറ്റുകയാണ്. ആ പുതിയ കമ്പനിക്ക് പഴയ കമ്പനിയുടെ ആ ഡിവിഷന്റെ അണ്ടർടേക്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ള അസറ്റും ലൈബിലിറ്റിയും എല്ലാം എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് റിസൾട്ടിംഗ് കമ്പനി നമ്മുടെ ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ നിന്ന് കിട്ടിയ മൊത്തം അസറ്റിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എടുത്ത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഷെയർ എന്ത് ചെയ്യുന്നു? ചെയ്ത് കൊടുക്കുന്നു. ആർക്കാണ് കൊടുക്കേണ്ടത്? ഇവിടത്തെ ഓൾഡ് കമ്പനിയുടെ 75% ഷെയറും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് ചെയ്തിരിക്കണം? പറയുന്ന ഷെയർ ന്യൂ കമ്പനിയുടെ ഷെയർ കിട്ടണം. അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേകത ഇവര് രണ്ടിടത്തും ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ആണ്. പുതിയ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുന്നു, അതേസമയം തന്നെ ഇവർ പഴയ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലാതാവുന്നില്ല. ഈ പഴയ കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡർ തന്നെയാണ്, പുതിയ കമ്പനിയിൽ ഇപ്പൊ അവരെന്ത് തന്നെയായിരിക്കും? ഷെയർ ഹോൾഡർ ആയിരിക്കും എന്ന്. ഇനി ഇതിന്റെ ടാക്സ് ഇപ്പൊ നമ്മൾ ഡീമർജറിന്റെ മീനിങ് ആണ് കണ്ടത്. വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ടാക്സ് ഇംപ്ലിക്കേഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ടാക്സബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മള് ഡീമർജറിന്റെ ഭാഗമായിട്ടുള്ള ടാക്സ് ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഡീമർജർ ആൻഡ് ഷെയർ ഹോൾഡർ ഓഫ് ഡീമർജ്ഡ് കമ്പനി. അതില് ആദ്യം തന്നെ പറയട്ടെ, ഡീമർജർ നടന്നു കഴിഞ്ഞാൽ റിസൾട്ടിംഗ് കമ്പനിക്ക് ഡീമർജ്ഡ് കമ്പനിയിൽ നിന്നുള്ള അവരുടെ അണ്ടർടേക്കിംഗ് സ്പ്ലിറ്റ് ചെയ്ത് പുതിയ കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ അസറ്റ് എല്ലാം കിട്ടുകയാണ്. അതിന് പകരം ദേ ആർ ഇഷ്യൂയിങ് ഷെയർസ് ടു കമ്പനിക്കല്ല കൊടുക്കുന്നത്, മറിച്ച് ആർക്കാണ് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നത്? ഡീമർജ്ഡ് കമ്പനിക്ക് ഒന്നും കൊടുക്കുന്നത്, റിസൾട്ടിംഗ് കമ്പനി ഡീമർജ്ഡ് കമ്പനിക്ക് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ദേ ആർ ഇഷ്യൂയിങ് ഷെയർസ്. സോ ദേ ആർ ഇഷ്യൂയിങ് ഷെയർസ്. ഇവിടെ ഒരു സെക്ഷൻ 47(6)(b) നമ്മള് ക്യാപിറ്റൽ ഗെയിൻ അമാൽഗമേഷൻ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ 47(6), 47(7), 7AB, 7A, 7A, 7AB ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ 47(6)(b) എന്താണ് പറയുന്നത് നോക്ക്. 47 എന്ന് പറയുന്ന സെക്ഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ട്രാൻസാക്ഷൻസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ അല്ലാത്ത ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതിന്റെ മേളിൽ ക്യാപിറ്റൽ ഗെയിൻ വരില്ല. നോക്കൂ, എനി ട്രാൻസ്ഫർ ഓർ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ ചെയ്യണം ആരാണ്? ബൈ ദി റിസൾട്ടിംഗ് കമ്പനി in a scheme of demerger to the shareholders of demerged company shall not be treated as transfer if the transfer or issue is made in consideration of the demerger. ഇപ്പൊ ഡീമർജറിന്റെ ഭാഗമായിട്ട് റിസൾട്ടിംഗ് കമ്പനി ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുകയാണ്? അവരുടെ ഷെയർ കൊടുക്കുന്നത് ട്രാൻസ്ഫർ ആയി കണക്കാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതൊരു ട്രാൻസ്ഫർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഷെയർ കൊടുക്കുന്നതിന് ക്യാപിറ്റൽ ഗെയിൻ ഒന്നും എന്ത് ചെയ്യത്തില്ല. ഒരു ഷെയർ കൊടുത്തിട്ട് പകരം ഇവർക്ക് എന്ത് കിട്ടുകയാണ്? ഇവര് കമ്പനിയിൽ നിന്ന് അവർക്ക് അസറ്റ് കിട്ടുകയല്ലേ, അല്ലെങ്കിൽ അസറ്റും ലൈബിൽ നെറ്റ് അസറ്റ് വലിയൊരു തുക ഇവർക്ക് ഇങ്ങോട്ട് വരികയാണ്. അതിന്റെ മേളിൽ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത്. ഇനി ഈ ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡർക്ക് റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കിട്ടിയിരിക്കുകയാണ്. ഈ ഷെയർ അവർ വേണമെങ്കിൽ ഭാവിയിൽ അവർക്ക് വിൽക്കാം, വേറെ ആർക്കെങ്കിലും വിൽക്കാം. ഇപ്പൊ ഡീമർജ്ഡ് കമ്പനി പറയണം, നമുക്ക് ഓൾറെഡി ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഉണ്ട്, ഇപ്പൊ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കൂടി കിട്ടുകയാണ്. റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? ഷെയർ അവർക്ക് വിൽക്കും. അങ്ങനെ ഷെയർ വിറ്റാൽ ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കൂ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഇൻ ദി റിസൾട്ടിംഗ് കമ്പനി. ഇപ്പൊ അവർക്ക് പകരം എന്ത് കിട്ടിയിരിക്കുകയാണ്? റിസൾട്ടിംഗ് കമ്പനിയിൽ നിന്ന് ഷെയർ കിട്ടിയിരിക്കുക. അപ്പൊ ഈ ഷെയറിന്റെ കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അമാൽഗമേഷനിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡർക്ക് അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയർ കിട്ടുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അവര് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർ ഉപേക്ഷിച്ചിട്ട് പകരമാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? അമാൽഗമേറ്റഡ് കമ്പനിയുടെ. അപ്പൊ ആ ഉപേക്ഷിക്കുന്നത് എന്തായിട്ട് കണക്കാക്കില്ല? ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് കിട്ടിയ ഷെയറിന് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി ഷെയർസ് ഇൻ ദ അമാൽഗമേറ്റിംഗ് കമ്പനി. അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ഷെയർ അവർ എത്ര രൂപയ്ക്കാണോ ഹോൾഡ് ചെയ്തിരുന്നത് അതേ കോസ്റ്റ് ആയിട്ടാണ് അമാൽഗമേറ്റഡ് കമ്പനിയുടെ ഷെയറിന് അവർക്ക് ഉണ്ടാകുന്ന കോസ്റ്റ്. നമ്മളൊരു ജോസഫിന്റെ ക്വസ്റ്റൻ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ.
ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവര് ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഒന്നാമതായിട്ട് ഇവർ ഉപേക്ഷിക്കുന്നില്ല, ഇവരത് സ്റ്റിൽ ഹോൾഡ് ചെയ്യുകയാണ്. അതിന് പുറമെയാണ് ദേ ആർ ഗെറ്റിംഗ് ദി ഷെയർസ് ഓഫ് ദി റിസൾട്ടിംഗ് കമ്പനി. ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ അവർ ഉപേക്ഷിക്കുന്നില്ല, അതിന്റെ കൂടെ തന്നെ അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവർക്ക് എന്തുകൂടി കിട്ടുകയാണ്, അവർക്ക് റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കൂടി എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. ഈ വാക്കിടയ്ക്ക് കയറി വന്നാണ് അമാൽഗമേറ്റിംഗ്. ആക്ച്വലി അവര് ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവർക്ക് റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കൂടി കിട്ടുകയാണ്. ഈ കിട്ടിയ ഷെയറിന്റെ കോസ്റ്റ്, അവര് കാശ് കൊടുത്തൊന്നും മേടിച്ചല്ലോ, സോ ആ കിട്ടിയ ഷെയറിന്റെ കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ of shares in the resulting company shall be the amount which bears to the cost of acquisition of shares held by the assessee in the demerged company, the same proportion as the net book value of the assets transferred in a demerger bears to the net worth of the demerged company immediately before such a demerger. Simple ആണ്. അതായത് ഇവർക്ക് ഡീമർജ്ഡ് കമ്പനിയിൽ ഇവർക്ക് ഓൾറെഡി ഷെയർ ഉണ്ട്, ആ ഷെയറിന്റെ കോസ്റ്റ് എടുക്കുക. ഇവർക്ക് പുതുതായിട്ട് കുറെ ഷെയർ കിട്ടിയിട്ടുണ്ട്, ഈ പുതുതായിട്ട് കിട്ടിയ ഷെയറിന് അതിന്റെ കോസ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് അവരൊക്കെ പഴയ കമ്പനിയുടെ മദർ കമ്പനി ഡീമർജ്ഡ് കമ്പനി അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയറിന്റെ കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റിന്റെ ഒരു പ്രപ്പോർഷൻ ആണ് ഇപ്പൊ പുതുതായിട്ട് കിട്ടിയ ഷെയറിന്റെ കോസ്റ്റ്. എന്ത് പ്രപ്പോർഷൻ? സോ ആ പഴയ കമ്പനിയുടെ ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയറിന്റെ കോസ്റ്റ് എടുക്കുക. ഓക്കെ, സോ അതിന്റെ കോസ്റ്റ് എടുക്കുക. കോസ്റ്റ് ഓഫ് ഷെയർസ് ഇൻറ്റു ഒരു റേഷ്യോ, ഒരു പ്രപ്പോർഷൻ ആണ്. എന്താണ് പ്രപ്പോർഷൻ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അസറ്റിന്റെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അസറ്റിന്റെ ലൈബിലിറ്റിയുടെയും കൂടി നെറ്റ് അസറ്റ് വാല്യൂ എടുക്കുക. നെറ്റ് അസറ്റ് വാല്യൂ എങ്ങനെ എടുക്കും? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അസറ്റ്സിന്റെ ടോട്ടൽ ബുക്ക് വാല്യൂ എടുക്കുക, അതിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ലൈബിലിറ്റീസിന്റെ ബുക്ക് വാല്യൂ എടുക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് ഏത് കുറയ്ക്കുക? ലൈബിലിറ്റിയുടെ വാല്യൂ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് വാല്യൂ. ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഓഫ് ദി ഡിവിഷൻ. ഈ നെറ്റ് വർത്ത് ഓഫ് ദി കമ്പനിയുടെ അതായത് ആ ഡീമർജ്ഡ് കമ്പനിയുടെ നെറ്റ് വർത്ത്. നെറ്റ്വർത്തിന് ഇവിടെ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സിനെയാണ് എന്ത് പറയുക? നെറ്റ് വർത്ത് എന്ന് പറയും. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്, നെറ്റ് വർത്ത് ഓഫ് ഡീമർജ്ഡ് കമ്പനി ബിഫോർ മർജർ. മർജറിന് മുന്നേ ഉള്ള ആ കമ്പനിയുടെ നെറ്റ് വർത്ത് ബിഫോർ മർജർ. അതാണ് എടുക്കുക. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഷെയർസ് എന്താണ് എടുക്കുക? റിസൾട്ടിംഗ് കമ്പനിയുടെ, ഇപ്പൊ അവർക്ക് ഈ ഷെയർ ഹോൾഡേഴ്സിന് റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കിട്ടിയില്ലേ, ആ കിട്ടിയ ഷെയറിന്റെ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി ഒറിജിനൽ ഷെയർസ്. ഒറിജിനൽ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർസ് ഓഫ് ഡീമർജ്ഡ് കമ്പനി. ഡീമർജ്ഡ് കമ്പനി ബിഫോർ ഡീമർജർ. ഡീമർജറിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ആ ഷെയറിന്റെ കോസ്റ്റ് ഉണ്ടല്ലോ, അതെടുക്കുക. ഇൻറ്റു എന്തെടുക്കാനാണ് പറഞ്ഞത്? നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ദി റിസൾട്ടിംഗ് കമ്പനി. നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. നെറ്റ് ബുക്ക് വാല്യൂന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷെയർ പോകുമ്പോഴത്തേക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് അസറ്റ് പോകുമ്പോൾ അസറ്റിന്റെ ബുക്ക് വാല്യൂ എടുക്കുക, ഇവിടെ നിന്ന് ലൈബിലിറ്റി അങ്ങോട്ട് പോകുമ്പോൾ ലൈബിലിറ്റിയുടെ ബുക്ക് വാല്യൂ എടുക്കുക. അസറ്റിന്റെ ബുക്ക് വാല്യൂ മൈനസ് ലൈബിലിറ്റിയുടെ ബുക്ക് വാല്യൂ ആണെന്ന് പറയുക നെറ്റ് ബുക്ക് വാല്യൂ. ഇൻറ്റു ഇത് ഈ ചാറ് പോലെ ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇൻറ്റു എന്നുള്ളത്. കോസ്റ്റ് ഓഫ് acquisition of original shares, that is shares of demerged company before demerger, into net book value of asset transferred to resulting company, the whole divided by, ഇത് division ആണ് കേട്ടോ, is divided by net worth of the company immediately before such. നെറ്റ് വർത്തിന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് വർത്ത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? paid up share capital plus general reserve as per books of accounts of the demerged company immediately before the demerger. നിങ്ങൾക്ക് എന്ത് കിട്ടും? റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കിട്ടിയല്ലോ, ആ ഷെയറിന്റെ കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇനി ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ ഇവർ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയറിന്റെ കോസ്റ്റ് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? കുറയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഈ ഡീമേർജ്ഡ് കമ്പനിയുടെ അസറ്റ്സ് കുറെ എങ്ങോട്ട് പോയി കഴിഞ്ഞു, റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോയില്ലേ. സ്വാഭാവികമായും ഡീമേർജ്ഡ് കമ്പനിയുടെ അസറ്റ് കുറയുമ്പോൾ ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യും? പ്രൊപ്പോർഷനേറ്റ്ലി കുറയണം. അസറ്റ് കുറയുമ്പോൾ ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. ഒരു കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ, അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ അസറ്റിന്റെ വാല്യൂവിനനുസരിച്ചാണ്. അതിന് അപ്പൊ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള അസറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ അതിന്റെ ഷെയറിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഞാൻ അത്തരം കൺസെപ്റ്റുകളെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പഴയ കമ്പനിയുടെ അസറ്റ് എങ്ങോട്ട് പോയി കഴിഞ്ഞു? റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞു അല്ലെ. ആ ഒരു എൻറ്റയർ ഡിവിഷന്റെ അസറ്റും ലൈബിലിറ്റിയും മൊത്തത്തിൽ പോയി കഴിഞ്ഞു. ഇപ്പൊ പഴയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കുറെ ക്ലീൻ ആയി. ഇപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റിന്റെ വില ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലിരിക്കുന്ന ഷെയറിന്റെ വാല്യൂ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ്ലി എന്ത് ചെയ്യണം? കുറയണം. അതുകൊണ്ട് തന്നെ ഒരു ഷെയർ ഹോൾഡറുടെ കൈവശം ഡീമേർജ്ഡ് കമ്പനിയുടെ ഷെയർസ് ഉണ്ടെങ്കിൽ, അല്ലെ, ഡീമേർജ്ഡ് കമ്പനിയുടെ ഷെയർസ് ഉണ്ട്, അതിന്റെ കോസ്റ്റും പ്രൊപ്പോർഷനേറ്റ്ലി എന്ത് ചെയ്യണം? കുറയണം. സോ എത്രയാണ് കുറയേണ്ടത്? കാരണം പറഞ്ഞത് ഡീമേർജ്ഡ് കമ്പനിയുടെ ഷെയർ പറ്റിയാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദി ഡീമേർജ്ഡ് കമ്പനി, കോസ്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദി ഡീമേർജ്ഡ് കമ്പനി ആഫ്റ്റർ ഡീമർജർ. ഡീമർജറിന് ശേഷം എന്ത് സംഭവിക്കുന്നു? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ ഒറിജിനൽ ഷെയർ എടുക്കുക, അതിൽ നിന്ന് നിങ്ങളിപ്പോ മേളിൽ കണ്ടുപിടിച്ചില്ലേ കോസ്റ്റ്, അതെന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ദ റിസൾട്ടിങ് കമ്പനി ലെസ് ചെയ്യുക. സോ ഇതായിരിക്കും ഇനി കോസ്റ്റ് ഓഫ് ദി ഷെയർസ് ഓഫ് ദി ഡീമർജ്ഡ് കമ്പനി എന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, വിൽ ഡു വൺ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് വരും. അപ്പൊ ഞാനിവിടെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ പഴയ കമ്പനിയുടെ ഷെയർ ഹോൾഡർക്ക് പുതിയ കമ്പനിയുടെ ഷെയർ കിട്ടുന്നില്ലേ? ഈ കിട്ടിയ ഷെയറിന്റെ കോസ്റ്റ് എന്താണ് കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്? പഴയ കമ്പനിയുടെ ഷെയറിന്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക, ഇൻറ്റു അതിനെ പ്രൊപ്പോർഷനേറ്റ് ആക്കുക. ഏത് പ്രൊപ്പോർഷൻ, ഏത് റേഷ്യോയിലാണ്? നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി, നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി ട്രാൻസ്ഫേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഓഫ് ദി ഡീമർജഡ് കമ്പനി ബിഫോർ ഡീമർജർ. ഡീമർജറിന് മുന്നേ ഉള്ള നമ്മുടെ പഴയ കമ്പനിയുടെ നെറ്റ് വർത്ത്. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാകും. ഇല്ലസ്ട്രേഷൻ നോക്കിയേ. ഡോണ പർച്ചേസ് 600 ഇക്വിറ്റി ഷെയർസ് ഇൻ XY പ്രൈവറ്റ് ലിമിറ്റഡ്. ശ്രദ്ധിച്ചിരുന്നോ? ഡോണ 600 ഇക്വിറ്റി ഷെയർസ് മേടിച്ചു. എപ്പോഴാണ്? 1/4/2023 at ₹150 ഈച്ച്. 150 രൂപയ്ക്കാണ് ഷെയർ മേടിച്ചിരിക്കുന്നത്. ഓൺ 31/12/2023, ഏതാണ്ട് ഒരു 9 മാസം ആയപ്പോ XY പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് ഡീമർജ്ഡ്. XY പ്രൈവറ്റ് ലിമിറ്റഡ് സ്പ്ലിറ്റ് ആയി. In the scheme of demerger, division Y was transferred to Y private limited. അപ്പോ XY private limited 2 ഡിവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും, എക്സും വൈയും. ഇതിലെ Y എന്ന് പറയുന്ന ഡിവിഷൻ സ്പ്ലിറ്റ് ചെയ്ത് പുതിയൊരു കമ്പനി രൂപീകരിച്ചു, Y private limited. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസൾട്ടിങ് കമ്പനി. ഓൺ ദാറ്റ് ഡേറ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് XY private limited ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ലൈബിലിറ്റീസ് ഉണ്ട്, ഡിവിഷൻ XY ടോട്ടൽ, അസറ്റ് ഡിവിഷൻ XY ടോട്ടൽ. എക്സിന്റെ വൈനെ കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കോളത്തിലുള്ള ഫിഗർ കിട്ടും. ഓക്കെ, എന്തൊക്കെയാണ് ലൈബിലിറ്റീസ്? ലൈബിലിറ്റീസ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഷെയർ ക്യാപിറ്റൽ ആണ്. അവിടെ 6000 എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അത് എക്സിനും വൈക്കും സെപ്പറേറ്റ് ഇല്ല, കമ്പനിക്ക് മൊത്തത്തിലാണ്. 6 ലക്ഷം രൂപയാണ്. അപ്പോ 6000 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര രൂപ വെച്ചായിരിക്കും? 100 വെച്ചായിരിക്കും. 6000 × 100 വരുമ്പോഴാണ് എത്ര വരിക? 6 ലക്ഷം. പിന്നെ ജനറൽ റിസർവ് ഉണ്ട് 4 ലക്ഷം. ലോൺ, ജനറൽ ലോൺ ഉണ്ട്. അതായത് നമ്മൾ മൾട്ടിപർപ്പസ് ലോൺ എന്നും കോമൺ ലോൺ എന്നും പറയുന്ന എത്ര രൂപയുണ്ട്? 2 ലക്ഷം. പിന്നെ സ്പെസിഫിക് ലോൺസ് ഉണ്ട്. അതിൽ എക്സിന് 60,000, വൈക്ക് 75,000, രണ്ടും കൂടി ചേർത്ത് മൊത്തം 1,35,000. ക്രെഡിറ്റേഴ്സ് എക്സിന് 25,000, വൈക്ക് 40,000, രണ്ടും കൂടി ചേർത്ത് 65,000. ഇനി ലാൻഡ് ഉണ്ട്. എക്സിന് ലാൻഡ് ഇല്ല, വൈക്ക് ലാൻഡ് ഉണ്ട്, 2.5 ലക്ഷം. പ്ലാന്റ് 1.25, 1, 2.25, 2.5, വൈക്ക് ഇല്ല, 2.5 ലക്ഷം. 1.95, 2.30, 4.25, 55, 45, 1 ലക്ഷം. 25, 75, 1 ലക്ഷം. Y പ്രൈവറ്റ് ലിമിറ്റഡ്
എന്ത് ചെയ്തു? ഇൻ കൺസിഡറേഷൻ ഓഫ് ദി ഡീമർജറിന് പ്രതിഫലമായിട്ട് ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 100 രൂപയുടെ ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്തു? ഇനി പ്രതിഫലമായിട്ട് ആർക്ക് കൊടുത്തു? ടു ദി ഷെയർ ഹോൾഡർ ഓഫ് XY പ്രൈവറ്റ് ലിമിറ്റഡ്. XY പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ മദർ കമ്പനി. അതിലെ ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കിട്ടിയ അസറ്റിനും ലൈബിലിറ്റിക്കും പകരമായിട്ട് 100 രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർസ് കൊടുത്തിട്ടുണ്ട് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട്. നിങ്ങൾ എന്താണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഷെയർസ് ഓഫ് Y പ്രൈവറ്റ് ലിമിറ്റഡ് റിസീവ്ഡ് ബൈ ഡോണർ ആൻഡ് കോസ്റ്റ് thereof. സോ എത്ര ഷെയർ ആയിരിക്കും ഇവർ കൊടുത്തിട്ടുണ്ടാവുക? ആ ഷെയറിന്റെ കോസ്റ്റ് നമ്മളോട് കമ്പ്യൂട്ട്. നമുക്ക് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ആൻസർ ഇവിടെ ഉണ്ട്. എങ്കിലും നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കൂ. നമ്പർ ഓഫ് ഷെയർസ് issued by Y private limited to shareholders of XY limited in the XY limited ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. XY പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, XY പ്രൈവറ്റ് ലിമിറ്റഡ്. XY പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഷെയർ ആണ് Y പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്തത്? അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നത് എത്രയായിരിക്കും? ഇവര് അവിടെ നിന്ന് കിട്ടിയ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും നെറ്റ് അസറ്റ് വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള ഷെയർ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്കതൊന്ന് നോക്കിയാലോ. ടോട്ടൽ അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ബൈ XY പ്രൈവറ്റ് ലിമിറ്റഡ്. XY പ്രൈവറ്റ് ലിമിറ്റഡ് ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ബൈ XY പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് വാല്യൂ ആണ് എടുക്കുക? ബുക്ക് വാല്യൂ അല്ലേ? നോക്കി എത്രയാണ് വാല്യൂ? നമുക്കിവിടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് മാച്ച് കളയാണ്. എത്രയുണ്ട്? 2.5, 1, 2, 30, 45, 75 ഇത്രയും അസറ്റിനെ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം കൂടെ എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. 2.5യും 1 3.5, 2, 30, 45, 75 കൂടി 120, 120, 2, 30, 3.5, 7 ലക്ഷം. 7 ലക്ഷം രൂപ വിലയുള്ള അസറ്റ് ആണ് XY പ്രൈവറ്റ് ലിമിറ്റഡ് Y പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്തിരിക്കുന്നത്. സോ അത് എത്രയുണ്ട്? 7 lakhs. 7 lakhs. ഇനി ടോട്ടൽ വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ട്രാൻസ്ഫേർഡ് ബൈ XY പ്രൈവറ്റ് ലിമിറ്റഡ്. XY പ്രൈവറ്റ് ലിമിറ്റഡ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ലയബിലിറ്റീസിന്റെ വാല്യൂ നമുക്ക് നോക്കാം. എന്തൊക്കെയുണ്ട് ലയബിലിറ്റി? ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ലയബിലിറ്റി എന്തൊക്കെയുണ്ട്? ആദ്യം സ്പെസിഫിക് ലയബിലിറ്റി എത്രയുണ്ട്? 75, 40 എത്രയുണ്ട്? 1.15. 1.15ന്റെ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പ്ലസ് എന്തുകൂടിയുണ്ട്? ഒരു ജനറൽ പർപ്പസ് ലോൺ ഉണ്ട് അല്ലെ? അപ്പോ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതാം. അപ്പോ സ്പെസിഫിക് ലയബിലിറ്റീസ് എത്രയുണ്ട്? 1,15,000. ഇനി ജനറൽ ലോൺ ഉണ്ട്. ജനറൽ ലോൺ എത്രയാണുള്ളത്? മൊത്തം 2 ലക്ഷമാണ് ജനറൽ ലോൺ ഉള്ളത് അല്ലെ? അതിന്റെ ഒരു പ്രപ്പോർഷൻ കൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പൊ അതിന്റെ പ്രപ്പോർഷൻ, ഇതിന്റെ ജനറൽ ലോൺ എത്രയാണുള്ളത്? നിങ്ങളുടെ ക്വസ്റ്റിന് തന്നെ ജനറൽ ലോൺ കൊടുത്തിട്ടുണ്ട്. എത്രയുണ്ട്? 2 lakh. അതിന്റെ ഒരു പ്രപ്പോർഷൻ കൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ ഒരു പ്രപ്പോർഷൻ എങ്ങനെയാണ് ആ പ്രപ്പോർഷൻ എടുക്കുക? ഇത് നമ്മൾ ഓൾറെഡി നോട്ടിൽ കണ്ടിട്ടുള്ളതാണ് നേരത്തെ. ജനറൽ പർപ്പസ് ലോണിന്റെ പ്രപ്പോർഷൻ എങ്ങനെ എടുക്കണമെന്നാണ് നേരത്തെ കണ്ടത്. മേളിലേക്ക് വരുമ്പോ ജനറൽ ബോറോയിങ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ പോയിന്റ്, ജനറൽ ഓർ മൾട്ടിപർപ്പസ് ബോറോയിങ് ആണെങ്കിൽ എങ്ങനെ എടുക്കാനാണ് പറഞ്ഞത്? ആ മൊത്തം ലോൺ എടുക്കുക, ജനറൽ ഓർ മൾട്ടിപർപ്പസ് ബോറോയിങ് എടുക്കുക, ഇൻറ്റു ബുക്ക്
ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ ബുക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ഓഫ് ദി ഡിമർജ്ഡ് കമ്പനി ബിഫോർ ഡി. അപ്പോ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? 2 lakh into this one. 2 lakh into value of asset transferred അല്ലെ? ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ്. ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് നമ്മളിവിടെ ഓൾറെഡി ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് ഇവിടെ എത്രയുണ്ട്? 7 lakh ഉണ്ട്. 7 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് ഓഫ് ദി കമ്പനി ബിഫോർ ഡിമർജർ. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് എത്രയുണ്ട്? 14 lakh. 14 lakh. അപ്പൊ അത് എല്ലാം കൂടി എത്ര വരുന്നുണ്ട്? 1 lakh. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വാല്യൂ എത്രയാണ് വരിക? 2,10,000. അസറ്റ് എത്രയാണുള്ളത്? 7 ലക്ഷം. സോ നെറ്റ് അസറ്റ് വാല്യൂ 7 lakh minus 2,00,000 എത്ര വരുന്നുണ്ട്? 4,85,000. 4,80,5,000 രൂപയാണ് നെറ്റ് അസറ്റ് വാല്യൂ. 4,80,5,000 രൂപയുടെ ഷെയർ ആണ് റിസൾട്ടിംഗ് കമ്പനി മെർജർ കമ്പനിക്ക് കൊടുക്കുന്നത്. 4,80,5,000 രൂപയുടെ എന്ന് പറയുമ്പോ ഒരു ഷെയറിന് എത്ര രൂപ വെച്ച് കൊടുക്കുമെന്നാണ്? ഒരു ഷെയറിന് എത്ര രൂപയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഷെയറിന് എത്രയാണ് പറഞ്ഞത്? 100 ഈച്ച്. ഒരു ഷെയറിന് 100 രൂപ വെച്ച്. ഒരു ഷെയറിന് 100 രൂപ വെച്ച് ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ്? 4,85,000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോ 4,850 ഷെയർസ്. 4,850 ഷെയർസ്. അപ്പൊ 4,850 ഷെയർ ആണ് ടോട്ടൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ ആര്? ടോട്ടൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ ആര് ഇഷ്യൂ ചെയ്യുന്ന കാര്യം? വൈ പ്രൈവറ്റ് ലിമിറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. 4,850 ഷെയർസ്. 4,850 ഷെയർ അല്ലെ? ഇനി ഇതില് ഡോണയ്ക്ക് എത്ര ഷെയർ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത് ചോദ്യം എന്തായിരുന്നു? നമ്പർ ഓഫ് ഷെയർസ് വൈ പ്രൈവറ്റ് ലിമിറ്റഡ് റിസീവ്ഡ് ബൈ ഡോണ. ഡോണയ്ക്ക് എത്ര ഷെയർ ആണ് കിട്ടുക? ഡോണയ്ക്ക് എത്രയാണ് ഷെയർ കിട്ടുക? ഡോണയുടെ കയ്യിൽ ഓൾറെഡി എത്ര ഷെയർ ഉള്ളതായിട്ടാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 600 ഷെയർ ആണ് ഉള്ളത് അല്ലെ? കമ്പനിക്ക് മൊത്തം എത്ര ഷെയർ ആണുള്ളത്? XY പ്രൈവറ്റ് ലിമിറ്റഡ് 6,000 ഷെയറിൽ 600 ഷെയർ ഉള്ള ആളാണ്. അതായത് ഡോണയുടെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 10%. സോ ഷെയർ ഹോൾഡിംഗ് ഓഫ് ഡോണ in XY പ്രൈവറ്റ് ലിമിറ്റഡ് 10% ആണ്. ഈ 10% എങ്ങനെ കിട്ടി? 600 ഡിവൈഡഡ് ബൈ 6,000. 600 ഡിവൈഡ് ബൈ 6,000. അപ്പൊ അങ്ങനെ വരുമ്പോൾ 10% അവർക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഡോണയ്ക്ക് എത്ര ഷെയർ കിട്ടും? അങ്ങനെയാണെങ്കിൽ ഡോണയ്ക്ക് ഇവിടെ എത്ര ഷെയർ കിട്ടും മൊത്തം? ടോട്ടൽ ഷെയർസ് റിസീവ്ഡ് ബൈ ഡോണ 4,850യുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരും? 485 ഷെയർസ് ആയിരിക്കും ഡോണയ്ക്ക് കിട്ടും. 485 ഷെയർ ആയിരിക്കും ഫ്രം എവിടെ നിന്ന്? വൈ പ്രൈവറ്റ് ലിമിറ്റഡ്. വൈ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 485 ഷെയർ ആയിരിക്കും ഡോണയ്ക്ക് കിട്ടുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 480 ഷെയർസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കണം കോസ്റ്റ് എത്ര. അതിന്റെ കോസ്റ്റ് എത്ര എന്നല്ലേ ചോദ്യം. അതിന്റെ കോസ്റ്റ് എത്ര നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഷെയർസ് റിസീവ്. കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ഷെയർസ് റിസീവ്. കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ
ഒന്ന്, നമ്മൾ ആദ്യം ഏതാണ് എടുക്കുക? ഒറിജിനൽ ഷെയറിന്റെ കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുക. ഒറിജിനൽ ഷെയറിന്റെ കോസ്റ്റ് ഇവിടെ എത്ര ഡോണ ആദ്യമേ ഷെയർ ഹോൾഡ് ചെയ്യുന്ന എത്രയിലായിരുന്നു? 600 ഇക്വിറ്റി ഷെയർസ് അറ്റ് 150 അല്ലേ? 600 ഇക്വിറ്റി ഷെയർ അറ്റ് 150 ആവുമ്പോഴത്തേക്കും 600 into 150 ഏത് പ്രപ്പോർഷനിലാണ് നമ്മളത്? ഏത് പ്രപ്പോർഷൻ? നമ്മൾ നേരത്തെ ഒരു പ്രപ്പോർഷൻ എടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഏതാണ് പ്രപ്പോർഷൻ? ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഏത് പ്രപ്പോർഷനിലാണ്? നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് റിസൾട്ടിംഗ് കമ്പനി ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് അല്ലേ പറഞ്ഞു. നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ്, നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ്. നെറ്റ് ബുക്ക് വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫേർഡ് എത്രയാണ് വന്നത്? 4,85,000 divided by net worth of the company before transfer. Net worth of the company before transfer എത്ര വരുന്നുണ്ട്? നെറ്റ് വർത്ത് ബിഫോർ ട്രാൻസ്ഫറിന് മുന്നേ നെറ്റ് വർത്ത് എത്രയുണ്ട്? 10 ലക്ഷം. നെറ്റ് വർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വിറ്റി ഷെയർസും ജനറൽ റിസർവും ആണ് എടുക്കുക. 10 lakhs. സോ ഈ കിട്ടിയ 450 ഷെയറിന്റെ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് 600 into 150 എത്ര വരുന്നുണ്ട്? 90,000. 4,85,000 by 0.48 എത്ര വരും? 43,650 രൂപ. ഇതാണ് ഷെയറിന്റെ. ശരി, നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. അത് നമ്മൾ ചെയ്തത് ശരിയാണോ എന്നുള്ള കാര്യം നോക്കാം. ആൻസർ നോക്കാം. 4,85,000, 4,885 ഷെയർ. നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഡോണർ 485 ഷെയർ. ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് എങ്ങനെയാണ്? ഇതാ ഫോമിൽ നമ്മൾ 600 into 150 into 4,85,000 divided by 6 lakh plus 4 lakh, അപ്പൊ 43,000. 43,600. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അപ്പൊ എത്രയാണ് വരിക? 43,650. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുന്നേ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കൂ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഡോണ പ്രൈവറ്റ് ലിമിറ്റഡ് ആഫ്റ്റർ ഡീമർജർ. ഡീമർജറിന് ശേഷം എത്രയായിരിക്കും XY പ്രൈവറ്റ് ലിമിറ്റഡിലെ ഷെയറിന്റെ കോസ്റ്റ്? അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ in XY private limited after demerger. ഡീമർജറിന് ശേഷം എത്രയാണ് കോസ്റ്റ്? അപ്പൊ ഡീമർജറിന് മുന്നേ എത്രയായിരുന്നു? കോസ്റ്റ് ഓഫ് ഷെയർസ് ബിഫോർ മെർജർ. ഡീമർജറിന് മുന്നേ എത്രയായിരുന്നു? ഡീമർജറിന് മുന്നേ 90,000 ആയിരുന്നു. Thus cost of shares in where? XY private limited. Y private limited ന്റെ ഷെയർസ് കോസ്റ്റ് 43,650 കുറയ്ക്കുക. അത് കുറച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 46,300. 46,350. 46,300. ഇതാണ് അതിന്റെ ആൻസർ. നോക്കാം ആൻസർ ശരിയാണോ നോക്കാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഇൻ XY പ്രൈവറ്റ് ലിമിറ്റഡ് എത്രയാണ് വരിക? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷെയർസ് ഇൻ Y പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് കമ്പ്യൂട്ടഡ്. 90,000 മൈനസ് 43,650 എത്രയാണ് വരിക? 46,350. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ഇഫ് ഡോണ സോൾഡ് 200 shares of XY private limited at 125, 100 shares of Y private limited at 110 on 31/3/2000.
ഇത് പഠിക്കണമെങ്കിൽ നമ്മളത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊക്കെ അറിയണ്ടേ. അത് നമ്മുടെ കണ്ടിന്യൂസ്, നമുക്കിനി അതിന്റെ തിയറി കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഇതുകൂടി പഠിച്ചാൽ നമുക്ക് അത് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് അസറ്റ്. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ, ഇപ്പൊ കിട്ടിയ അസറ്റ് ഉണ്ടല്ലോ, ഷെയർ ഉണ്ടല്ലോ, അതിന്റെ ലോങ് ടേം ഷോർട്ട് ടേം എങ്ങനെ നിശ്ചയിക്കും, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഈ ഹോൾഡിംഗ് പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് മുതൽ കിട്ടും എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ നമുക്കിപ്പോൾ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കിട്ടിയിട്ടുണ്ട്. ഈ റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ വിൽക്കാമല്ലോ. അപ്പൊ വിൽക്കുമ്പോൾ അത് ലോങ് ടേം ആയിരിക്കും ഷോർട്ട് ടേം ആയിരിക്കും, അതറിയട്ടെ. അപ്പൊ അതിന്റെ ഹോൾഡിംഗ് പീരീഡ് നമ്മൾ എന്ന് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് നേച്ചർ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിസൾട്ടിംഗ് കമ്പനി ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. സിമ്പിളാണ്. നിങ്ങളുടെ ഒറിജിനൽ ഷെയർ ഇല്ലേ, അതായത് ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ നിങ്ങൾ എന്നാണോ മേടിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ കിട്ടിയത് അന്ന് മുതലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. To find whether the shares in resulting company is long term or short term capital asset, the period of holding shall be calculated എന്ന് മുതൽ കാൽക്കുലേറ്റ് ചെയ്യണം from the date of acquisition of original shares in demerged company before demerger. അപ്പൊ അത് നിങ്ങൾ ഡീമർജ്ഡ് കമ്പനിയുടെ ഷെയർ മേടിച്ചതിന്റെ അന്ന് മുതൽ നിങ്ങൾ ഹോൾഡിംഗ് പീരീഡ് കണക്കെടുക്കും. ഡീമർജ്ഡ് കമ്പനിയുടെ ഹോൾഡിംഗ് പീരീഡ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്നാണോ മേടിച്ചത് അന്ന് മുതലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. സംശയമൊന്നുമില്ല. സംശയം ഇതായിരുന്നു, റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ നിങ്ങൾ കിട്ടി. അപ്പൊ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്, റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ കിട്ടിയ ദിവസം മുതലാണോ അതോ ഒറിജിനൽ ഷെയർ ഡീമർജ്ഡ് കമ്പനിയുടെ ഒറിജിനൽ ഷെയർ നിങ്ങൾ മേടിച്ചതിന്റെ അന്ന് മുതലാണോ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക? യെസ്, ആ ഒറിജിനൽ ഷെയർ മേടിച്ചതിന്റെ അന്ന് മുതലുള്ള ഹോൾഡിംഗ് പീരീഡ് എടുക്കും. എന്നാൽ ഇൻഡെക്സേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് വർഷം മുതലുള്ള ഇൻഡെക്സേഷൻ കിട്ടും? റിസൾട്ടിംഗ് കമ്പനിയുടെ ഷെയർ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സ് ചെയ്യണമല്ലോ. ഇൻഡെക്സേഷൻ ആനുകൂല്യം നിങ്ങൾക്ക് എന്ന് മുതലാണ് കിട്ടുക? The cost of acquisition into CII of the year of transfer divided by CII of the year in which share of the resulting company secured. Resulting കമ്പനിയുടെ ഷെയർ കിട്ടിയ വർഷം മുതലേ നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ ലഭിക്കത്തുള്ളൂ. Shall be available from the year in which shares in resulting company were acquired by the. ഇനി ഡീമർജ്ഡ് കമ്പനിയുടെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അത് മേടിച്ചതിന്റെ അന്ന് മുതലുള്ള ഇൻഡെക്സേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്. Year in which the original shares in demerged company were acquired by the. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മിസ് ഡോണ മോളുടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്. ഏതാണ് നോക്കൂ, capital gain if Donna sold 200 shares of XY Private Limited at 125 per share and 100 shares of Y Private Limited at 110 per share on 31/3/2024. Donna XY Private Limitedന്റെ 200 ഷെയറും Y Private Limitedന്റെ 100 ഷെയറും 31/3/2024 വിറ്റിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കും. 31/3/2024 വിറ്റിരിക്കുന്നത് തന്നെ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് രണ്ടും. കാരണം ഇത് മേടിച്ചിരിക്കുന്ന എപ്പോഴാണ്, ഡേറ്റ് തന്നെ ഉണ്ട്, എപ്പോഴാണ് 1/4/2023. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് പീരീഡ് നമുക്ക് നോക്കുമ്പോൾ വിത്തിൻ 12 months ആണ് വരിക. അപ്പോൾ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, അപ്പോൾ അൺലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും 12 മാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. ആദ്യം XY പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 200 ഷെയർ വിൽക്കുമ്പോൾ ഉള്ള ക്യാപിറ്റൽ ഗെയിൻ നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്തു. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ transfer of shares in ആദ്യം XY private limited full value consideration. ഇവർ എത്ര ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? 200 ഷെയർ എത്ര രൂപ വെച്ചാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? 125. അപ്പൊ എത്ര കിട്ടി? 25,000. യെസ്, expenses on transfer. So അങ്ങനെ വരുമ്പോ നെറ്റ് കൺസിഡറേഷൻ 25,000 rupees. Yes,
കോസ്റ്റ് ഓഫ് ഷോർട്ട് ടേം ആണ്, അപ്പൊ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അല്ലെ, ഇത് മേടിച്ചത് 1/4/2023 അല്ലേ? 23 തന്നെയാണ്. അപ്പോ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇപ്പൊ XY പ്രൈവറ്റ് ലിമിറ്റഡില് ഇവർ എത്ര ഷെയർ ആണ് ഇവരുടെ XY പ്രൈവറ്റ് ലിമിറ്റഡില് മൊത്തം 600 ഷെയർ ആണ് ആർക്കുള്ളത്? 600 ഷെയർസ് ആണ് ഡോണയ്ക്ക് ഉള്ളത് അല്ലെ. അപ്പൊ 600 ഷെയർസിന്റെ കോസ്റ്റ് നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്? എത്രയാണ് നിങ്ങൾ കോസ്റ്റ് ചെയ്ത? 46,350. നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 46,350 ആണ് ഇപ്പോ ഡോണയ്ക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ 46,350 എന്ന് പറയുമ്പോൾ അത് എത്ര ഷെയറിന്റെ കോസ്റ്റ് ആണ്? 600 ഷെയറിന്റെ കോസ്റ്റ് ആണെങ്കിൽ അതിൽ 200 ഷെയറിന്റെ കോസ്റ്റ് നമുക്ക് അറിയണ്ടേ? 46,350. divided by 600 to 200. 15,450. So അങ്ങനെ വരുമ്പോ -25,000. 9,550 ആണ് നിങ്ങളെ സംബന്ധിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി അടുത്ത എന്താണ്? Y പ്രൈവറ്റ് ലിമിറ്റഡിനകത്തുള്ളത് കമ്പ്യൂട്ടിംഗ്. ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഫുൾ വാല്യൂ കൺസിഡറേഷൻ എത്ര ഷെയർ ആണ് വിറ്റിരിക്കുന്നത്? 100 shares at 110. 100 ഷെയർ 110 രൂപയ്ക്ക്. നൂറ് ഷെയർ 110 രൂപയ്ക്ക് വിറ്റാൽ 11,000 രൂപയ്ക്കാണ് വിറ്റത്. ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ. Net consideration 11,000. Thus cost of acquisition. നിങ്ങൾ ഇവരുടെ കോസ്റ്റ് Y പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? 43,650. 43,650 എത്ര ഷെയറിനുള്ളതാണ്? 485 ഷെയർസ് ആണ്. 485 ഷെയർസ് ആണ് ഇതൊക്കെയുള്ളത്, ഡോണയ്ക്കുള്ളത്. 485 ഷെയർസിനാണ് 43,650. അപ്പോ അതിൽ 100 ഷെയറിന്റെ കോസ്റ്റ് എത്ര? 43,650 into 100 divided by 485. ഇതല്ലേ ചെയ്യേണ്ടത്? 43,650 divided by 485 എത്ര വരുന്നുണ്ട്? 9,000. നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 2,000 രൂപ. 2,000 രൂപ. ആദ്യത്തത് 9,550, അതുപോലെ തന്നെ 2,000. ശരി, ഇതിന്റെ ആൻസർ ശരിയാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ്. 9,550 എങ്ങനെയാണ്? സിമ്പിൾ കേസാണ്. നിങ്ങൾക്കത് സിമ്പിൾ എന്ന് വെച്ചാൽ അത്ര സിമ്പിൾ അല്ല. നിങ്ങൾക്കത് എന്ത് ചെയ്യേണ്ടി വരും? നോക്കി കണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ, കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലായാൽ ഇത് ഈസിയാണ്. വീണ്ടും
കണ്ടു നോക്കുക. നമുക്ക് ഇതിന്റെ ഫർദർ പ്രോബ്ലം ഒക്കെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം, അതിനകത്ത് നമുക്ക് നോക്കണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിന്റെ ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ഇനി ഇതിലെ ഈ ഡീമർജറുമായി ബന്ധപ്പെട്ട് 1-2 എക്സംഷൻസ് കൂടി ഉണ്ട്. അതുകൂടി പറഞ്ഞാൽ നമുക്ക് മെർജർ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ഡീമർജർ ആൻഡ് ഡീമർജ്ഡ് കമ്പനിയാണ് നമുക്ക്. ഇപ്പൊ ഡീമർജ്ഡ് കമ്പനിക്ക് ചില എക്സംഷൻസ് കൂടിയുണ്ട്. അതാണ് നമ്മൾ ഇതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ ഡീമർജ്ഡ് കമ്പനിക്ക് കിട്ടുന്ന ചില എക്സംഷൻസിനെ പറ്റിയൊക്കെയാണ്. ഇത് നമ്മൾ ഓൾറെഡി അമാൽഗമേഷനിൽ പഠിച്ച കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോ പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആവും. നോക്കിയേ, 47(6)(b). Any transfer in a demerger of a capital asset by the demerged company to the resulting company. അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ഡീമർജ്ഡ് കമ്പനിയുടെ സ്വന്തം അസറ്റ് അല്ലേ ഇപ്പൊ റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ ആ ഒരു ഡിവിഷനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പുതിയ കമ്പനി ആക്കുമ്പോൾ ഇതുവരെ അവരുടെ കയ്യിലിരുന്ന അസറ്റ് അല്ലേ ഇനിയിപ്പോ റിസൾട്ടിംഗ് കമ്പനിയിലേക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിനെ നിങ്ങൾ എന്തായി കണക്കാക്കേണ്ട? ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. അതുകൊണ്ട് തന്നെ നോട്ട് ലയബിൾ ടു ക്യാപിറ്റൽ ഗെയിൻ. പ്രൊവൈഡഡ് ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ടിംഗ് കമ്പനി എന്തായിരിക്കണം? ബി ആൻ ഇന്ത്യൻ കമ്പനി. അമാൽഗമേറ്റഡ് കമ്പനി ഷുഡ് ബി ആൻ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ റിസൾട്ടിംഗ് കമ്പനി ഷുഡ് ബി ആൻ ഇന്ത്യൻ കമ്പനി. Then 47(6)(c). നമ്മളിവിടെ 6A എന്ന് പറഞ്ഞു. 47(6)(a) അതിന് സിമിലർ ആണ് ഇവിടെ 47(6)(b). Then 47(6)ന് സിമിലർ ആണ് ഇവിടെ 47(6)(b). ഇനി 47(6)(c) എന്താണ് നോക്കാം. Any transfer in a demerger of a capital asset being share or shares held in an Indian company. ഓർക്കുന്നുണ്ട്? അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നമ്മൾ ചെയ്തൊരു പരിപാടി ഉണ്ടല്ലോ. അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? 2 വിദേശ കമ്പനികൾ തമ്മിൽ അമാൽഗമേറ്റ് ചെയ്യുന്നു. ഫോറിൻ അമാൽഗമേറ്റിംഗ് കമ്പനിയും ഫോറിൻ അമാൽഗമേറ്റഡ് 2 കമ്പനി, രണ്ടും ഫോറിൻ കമ്പനികളാണ്. ഇത് തമ്മിൽ അമാൽഗമേഷൻ നടക്കുമ്പോൾ ആ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടെന്ന് നോക്കും. ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ അമാൽഗമേഷന്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഇൻകം ഡീംഡ് ടു അക്രൂർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. പക്ഷെ അതിനെ ട്രാൻസ്ഫർ ആയി കണക്കാക്കേണ്ട. പ്രൊവൈഡഡ് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ 25% ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേറ്റഡ് കമ്പനിയിലേക്ക് പോവുകയും ആ അമാൽഗമേറ്റിംഗ് കമ്പനി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാതിരിക്കുകയും ചെയ്യണം. എന്നൊരു കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ്? ഇനി ട്രാൻസ്ഫർ ഇൻ എ ഡീമർജർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബീയിങ് ഷെയർ ഓർ ഷെയർസ് ഹെൽഡ് ഇൻ ആൻ ഇന്ത്യൻ കമ്പനി by demerged foreign company to the resulting foreign company. അപ്പൊ 2 കമ്പനികൾ, അപ്പൊ ഒരു മദർ കമ്പനി അത് ഫോറിൻ കമ്പനിയാണ്, അത് ഡീമർജ് ആയി ഒരു റിസൾട്ടിംഗ് ഫോറിൻ കമ്പനി രൂപീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു. അസറ്റിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ കൂടി എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. സ്വാഭാവികമായും ഇൻകം ഡീംഡ് ടു അക്രൂർ അറൈസ് ഇൻ ഇന്ത്യ ആകും. പക്ഷെ അതിനെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ആയി കണക്കാക്കണ്ട. നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. എന്തായിരിക്കും കണ്ടീഷൻ? അവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഫോറിൻ കമ്പനിയുടെ അമാൽഗമേറ്റിംഗ് ഫോറിൻ കമ്പനിയുടെ 25% ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേറ്റഡ് ഫോറിൻ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവണം. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. എന്താണ്? ദ ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് ദ ഡീമർജ്ഡ് കമ്പനി. ഡീമർജ്ഡ് ഫോറിൻ കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 75% ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും എവിടെ ഷെയർ ഹോൾഡർ ആവണം? കണ്ടിന്യൂ ടു റിമെയിൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ റിസൾട്ടിംഗ് ഫോറിൻ കമ്പനി. നേരത്തെ ഡീമർജർ എന്ന് പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഡീമർജർ ഫോറിൻ കമ്പനിയുടെ, അതായത് ഒറിജിനൽ കമ്പനിയുടെ അമ്മ കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 75% ഹോൾഡ് ചെയ്യുന്ന ആൾക്കാര് എവിടെ ഷെയർ ഹോൾഡർ ആയിട്ട് വന്നിരിക്കണം? റിസൾട്ടിംഗ് ഫോറിൻ കമ്പനിയിൽ വന്നിരിക്കണം. Then such transfer does not attract capital gain tax in the country in which the demerged foreign company is incorporated. നമ്മൾ കണ്ട പോയിന്റ് തന്നെയാണ്. Yes. Then 47(6)(cc) എന്നാണ് പറയുന്നത്. അത് സെയിം സംഭവം തന്നെയാണ്. 2 ഫോറിൻ കമ്പനികൾ തമ്മിൽ ഒരു ഫോറിൻ കമ്പനി ഡീമർജ് ചെയ്ത് പുതിയൊരു ഫോറിൻ കമ്പനി രൂപീകരിക്കപ്പെടുന്നു. അവിടെ ഒരു ഫോറിൻ അമാൽഗമേറ്റിംഗ് കമ്പനി വേറൊരു ഫോറിൻ അമാൽഗമേറ്റഡ് കമ്പനിയിലേക്ക് ലയിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. അവിടെ അവർ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, വേറൊരു ഫോറിൻ കമ്പനിയുടെ ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ ആ ഫോറിൻ കമ്പനി എവിടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്? ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഡയറക്ട്ലി ഷെയറിന്റെ മേലുള്ള റൈറ്റ് കിട്ടുന്നു, ആ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ കണ്ടതാണ്. സെയിം സംഭവം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഒരു വ്യത്യാസവും ഇല്ല. കണ്ടീഷൻ ഇത്ര തന്നെയാണ്. നോട്ട് ലെസ് ദാൻ
3/4 value of the shares held in demerged foreign company continue to remain shareholders of the resulting foreign company, and such a transfer does not attract a capital gain in the country in which demerged foreign company is incorporated. So ഇതാണ് 47 6C. അവിടെ നമ്മൾ 6Aയും 6AB കണ്ടു. ഇവിടെ അതിന് 6Cയും 6CC വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമ്മൾ അസറ്റ് അങ്ങോട്ട് പോവുകയാണ് അല്ലെ, ഡിമാർജ്ഡ് ഫോറിൻ കമ്പനിയിൽ നിന്ന് റിസൾട്ടിങ് ഫോറിൻ കമ്പനിയിലേക്ക് പോകുമ്പോൾ അപ്പോ ഈ പുതുതായിട്ട് കിട്ടുന്ന അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു വിഷയമുണ്ട്. നമ്മുടെ ഡിമേർജ്ഡ് കമ്പനി, ശ്രദ്ധിച്ച് കേൾക്കണം, ഡിമേർജ്ഡ് കമ്പനിയുടെ ഡിപ്രീഷ്യബിൾ അസറ്റ് റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോവാണ്. ഡിമേർജ്ഡ് കമ്പനിയുടെ ഡിപ്രീഷ്യബിൾ അസറ്റ് എങ്ങോട്ട് പോവാണ്? റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോവാണ്. അപ്പോ ഡിപ്രീഷ്യബിൾ അസറ്റ് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബ്ലോക്കിൽ നിന്നല്ലേ അസറ്റ് അങ്ങോട്ട് പോവുക. അപ്പൊ ആ പോകുന്ന അസറ്റിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പോകുന്ന അസറ്റിന്റെ കോസ്റ്റ് നമ്മൾ WDVയിൽ കുറച്ചിരിക്കണം. നോക്കൂ, where in any previous year any asset forming part of block of asset is transferred by a demerged company to the resulting company, then WDV of the block of asset of the demerged company for the immediately preceding previous year shall be reduced by the written down value of the asset transferred to the resulting company pursuant to the demerger. ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക് ഓഫ് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ട്രാൻസ്ഫേർഡ് ഡിവിഷന്റെ ബിൽഡിംഗ് നമ്മൾ റിസൾട്ടിങ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആ ഒറിജിനൽ കമ്പനി, ഡിമർജ്ഡ് കമ്പനിയുടെ മൊത്തം ബ്ലോക്ക് ഉണ്ടല്ലോ, ബിൽഡിങ്ങിന്റെ മൊത്തം ബ്ലോക്ക് വാല്യൂയിൽ നിന്ന് ഈ ട്രാൻസ്ഫർ ചെയ്ത ബിൽഡിങ്ങിന്റെ WDV എന്ത് ചെയ്തിരിക്കണം? കുറച്ചിരിക്കും. സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ബ്ലോക്കിൽ നിന്ന് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ, ബ്ലോക്കിൽ ഉള്ള ഒരു അസറ്റ് നമ്മൾ വിറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? അത് മൊത്തം ബ്ലോക്കിന്റെ വിലയിൽ നിന്ന് കുറയ്ക്കില്ലേ? സെയിം സംഭവം തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുക. അതായത് നമ്മുടെ ഡിമേർജ്ഡ് കമ്പനിക്ക് ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഒരു അസറ്റ് അല്ലേ ഇപ്പൊ റിസൾട്ടിങ് കമ്പനിയിലേക്ക് പോയത്. സോ ആ ബ്ലോക്കിന്റെ WDVയിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ പോയ അസറ്റിന്റെ WDV പ്രത്യേകം കണ്ടെത്തി ബ്ലോക്കിൽ നിന്ന് കുറച്ച്. സാധാരണ നമ്മൾ ഓരോ അസറ്റിനും പ്രത്യേകം WDV ഉണ്ടാവില്ല. WDV ഏതിനാണ് ഉണ്ടാവുക? മൊത്തം ബ്ലോക്കിനായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മൊത്തം ബ്ലോക്കിൽ നിന്ന് ഈ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ WDV മാത്രം കണ്ടെത്തി ബ്ലോക്കിൽ നിന്ന് കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ WDV മൊത്തം ബ്ലോക്കിൽ നിന്ന് കുറയ്ക്കുക. ഇനി ഡിമർജർ ആൻഡ് റിസൾട്ടിങ് കമ്പനി, ഈ റിസൾട്ടിങ് കമ്പനിക്ക് അസറ്റ് കിട്ടുകയാണല്ലോ. അപ്പൊ കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ച് കിട്ടുന്ന അസറ്റിന്റെ കോസ്റ്റ് എന്തായിരിക്കും? ഒരു സംശയവും വേണ്ട. എന്താണ് കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്? കോസ്റ്റ് ടു ദി പ്രീവിയസ് ഓണർ, actual cost of asset to the resulting company. Okay. In a demerger, any capital asset transferred by demerged company to resulting company, and resulting company is an Indian company, actual cost of the transferred capital asset to the resulting company shall be taken to be same as it would have been if the demerged company had continued to hold the capital asset for the purpose of its own. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഏതാണ് എടുക്കുക? ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള അതേ WDV തന്നെയാണ് ഇങ്ങോട്ട്. അവിടെ ഉള്ള ആ ബ്ലോക്ക് ഉണ്ടല്ലോ, ആ ബ്ലോക്കിന്റെ വാല്യൂ തന്നെയാണ് ഇവിടെയും നമ്മൾ അമാൽഗമേഷന് കണ്ട സെയിം സംഭവം തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത്. വേറെ എനി പ്രീവിയസ് ഇയർ any asset forming part of block of asset is transferred by the demerged company to the resulting company, then WDV of the block of asset in case of resulting company shall be written down value of the transferred asset of the demerged company immediately before the demerger. അതായത് നിങ്ങളൊരു അസറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഡിമർജ്ഡ് കമ്പനിയുടെ മൊത്തം ബ്ലോക്കിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത അസറ്റിന്റെ WDV കണ്ടെത്തി അവിടുന്ന് കുറച്ചല്ലോ. ഇവിടെ കണ്ടെത്തിയ WDV ഉണ്ടല്ലോ, അതായിരിക്കും അവിടെ അവരുടെ കോസ്റ്റ് ആയിട്ട് എടുക്കും. നമ്മൾ ഡിമർജർ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ്? നമ്മൾ ഡിമർജർ അമാൽഗമേഷന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്യുക? സാധാരണ പോലെ തന്നെ ഡിമർജർ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് ഡേയ്സിന്റെ പ്രപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ apportioned between demerged company and resulting company in the ratio of number of days for which assets were by. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവിടെ കണ്ട സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ട് കാര്യം നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് സെക്ഷൻ 72A
22A പ്രകാരം നമുക്ക് റിസൾട്ടിങ് കമ്പനിക്ക് ഇവരുടെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഈ പർട്ടിക്കുലർ ഡിവിഷനുമായി ബന്ധപ്പെട്ട ലോസ് നമ്മുടെ റിസൾട്ടിങ് കമ്പനിക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. Where such loss or unabsorbed depreciation is directly relatable to the undertaking. A loss അല്ലെങ്കിൽ unabsorbed depreciation, if it is directly relatable to the undertaking transferred to the resulting company, be allowed to be carried forward and set off in the hands of resulting company. Resulting companyക്ക് തുടർന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. Where such loss or unabsorbed depreciation is not directly relatable to the undertaking transferred to the resulting company. ഇനി നേരിട്ട് അണ്ടർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട ലോസ് അല്ല, ഡയറക്ട്ലി റിലേറ്റഡ് ടു അണ്ടർടേക്കിംഗ് അല്ല, അങ്ങനെയാണെങ്കിൽ അപ്പോഴും അത് എടുക്കാം. ബി അപ്പോർഷൻഡ് ബിറ്റ്വീൻ ഡീമർജ്ഡ് കമ്പനി ആൻഡ് റിസൾട്ടിംഗ് കമ്പനി. അത് അപ്പോർഷൻ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ലോൺ അപ്പോർഷൻ ചെയ്തില്ലേ? കോമൺ ലോൺ, മൾട്ടിപർപ്പസ് ലോൺ അപ്പോർഷൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ലോസ് എന്ത് ചെയ്യാം? അപ്പോർഷൻ ചെയ്യാം. ഇൻ ദി സെയിം പ്രപ്പോർഷൻ ഇൻ വിച്ച് assets of the undertaking have been retained by the demerged company and transferred to the resulting company and be allowed to be carried forward and set off in the hands of the demerged company or resulting company at the may. അതും പ്രൊപ്പോർഷനായിട്ട് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ അപ്പോർഷൻ ചെയ്ത് രണ്ടുപേർക്കായിട്ട് എന്ത് ചെയ്യും? കുറച്ച് പോർഷൻ മൊത്തം ലോസിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും? അത് ഏത് പ്രൊപ്പോർഷനിൽ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? In the same proportion in which assets of the undertaking have been retained by the demerged company and transferred to the resulting company. മൊത്തം അസറ്റിന്റെ പ്രൊപ്പോർഷനിലാണ് ലോസ് എടുക്കുക. അപ്പോ മൊത്തം അക്യൂമുലേറ്റഡ് ലോസ് അല്ലെങ്കിൽ ഓർ ക്യാരി ഫോർവേഡ് ലോസ് എടുക്കുക, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ. ക്യാരി ഫോർവേഡ് ലോസ് ഓർ അക്യൂമുലേറ്റഡ് ലോസ് ഇൻടു ഏത് പ്രൊപ്പോർഷനിൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? asset transferred divided by total asset. അവരുടെ മൊത്തം asset transferred to undertaking to resulting company divided by total asset of the company. ആ ഒരു പ്രൊപ്പോർഷനിൽ വേണം ഈ ലോസിനെ എന്ത് ചെയ്യാൻ? പോർഷൻ. സോ ഇത് ഡയറക്ട്ലി റിലേറ്റബിൾ ആയിട്ടുള്ള ലോസ് അല്ലെങ്കിൽ ഡയറക്ട്ലി റിലേറ്റബിൾ ആയിട്ടുള്ള ലോസ് ആണെങ്കിൽ ആ ലോസ് മൊത്തത്തിൽ ആർക്ക് കിട്ടും? റിസൾട്ടിംഗ് കമ്പനിക്ക് കിട്ടും. ഡയറക്ട്ലി റിലേറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പോർഷൻഡ് ബിറ്റ്വീൻ demerged company and the resulting company in the same proportion in which assets of the undertaking company have been retained by the demerged company and transferred to the resulting company and be allowed to be carried forward and set off in the hands of demerged company or resulting company. The case may be. So ഈ ഒരു പ്രൊപ്പോർഷനിൽ വേണം ഇത് അപ്പോർഷൻ ചെയ്യാൻ. So with this we are completing area of merger. Demerger അമാൽഗമേഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്, ഏരിയ ആണ് ബിസിനസ് റീസ്ട്രക്ചറിങ്.